ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഇത് സാറാണോ? അതെ അതെ. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹെൽത്ത് കെയർ അഡ്വൈസറായ ആണ് സാർ സംസാരിക്കുന്നത്. ഇത് സാറിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോളോ അപ്പ് കോളാണ്. ഇതിന്റെ ഒരു പർപ്പസിന് ഈ കോൾ റെക്കോർഡിംഗ് ആണ് സാർ. നവംബർ 16 ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് എടുത്തിരുന്നു മെഡിസിൻ, അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ 1 മാസത്തിന് ശേഷം ഡോക്ടറിനെ കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിയല്ലേ സാർ? ഡോക്ടറിനെ കണ്ടിരുന്നോ? പോയിരുന്നു. ഓക്കെ. ഇനി ഡോക്ടറിനെ കാണേണ്ടതായിട്ടുണ്ടോ സാറിന് വീണ്ടും? 3 മാസം കഴിഞ്ഞൊന്ന് ഈ അൾട്രാസൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യണം. ഇനി പോകണം അല്ലേ? 3 മാസത്തിന് ശേഷം പോകണം അല്ലേ? ഓക്കെ ഓക്കെ സാർ. അത് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? സ്റ്റോപ്പ് ആയോ സാർ? മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. സാറിന് പനിയോ അതുപോലെ ഇൻഫെക്ഷൻ്റെ സാധനം, നീര് പോലെ ഇൻക്രീസ് ചെയ്യുക, പെയിനിങ് കൂടി വരിക, ചുവപ്പ് പോലെ, അവിടെ നിന്ന് എന്തെങ്കിലും റിമൂവൽ പോലെ അവിടെ നിന്ന് എന്തെങ്കിലും വരിക, അതുപോലെ തന്നെ ബ്രീത്ത് എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ചെസ്റ്റിന് പെയിന്, അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾക്ക് എന്തിനാണ് ഈ വ്യക്തികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. ഇത് പുതുതായിട്ട് തുടങ്ങിയതാണ് സാർ. പുതിയ അതായത് റിക്കവറി ഡിസ്ചാർജ് ആയ ഒരു പേഷ്യൻസിന്റെ റിക്കവറി അറിയാന്നുള്ളതാണ്. റിക്കവറി ചെയ്യുന്നതിന്റെ ഇൻഫർമേഷൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിനാണ് ആവശ്യം. അല്ലാതെ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഡിസ്ചാർജ് സമ്മറിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ആയിക്കോട്ടെ. അല്ല, എനിക്ക് സംശയം ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇൻഷുറൻസിന്റെ പോളിസി എങ്ങനെ അത് പ്രോസസ് ചെയ്തു എന്നൊക്കെ പോരെ. മെൻഷൻ ചെയ്യുക, അതുപോലെ എന്തെങ്കിലും ഡോക്ടറിന്റെ സഹായം അതൊക്കെ അവർക്കല്ലേ വേണ്ടുന്നത്, ഹോസ്പിറ്റൽസിനല്ലേ ഈ ഇൻഫർമേഷൻ ഒക്കെ വേണ്ടുന്നത്. അല്ലാതെ ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ മരുന്ന് കഴിച്ചോ അങ്ങനെയുള്ള ഡീറ്റെയിൽസിന്റെ ആവശ്യകത ഉണ്ടോ? അതായത് എന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. ഇനി അവര് അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു മെയിൻ ആയിട്ടൊരു കൺസേൺ. മനസ്സിലായില്ലേ? ഓക്കെ. മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല സാർ. കാരണം ഇത് പുതിയതായിട്ട് ഇൻഷുറൻസിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റാതെ വന്ന സാഹചര്യം ഉണ്ടോ? കൊടുക്കുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നോ? അതൊക്കെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ ഒരു പേഷ്യന്റെ പേഴ്സണൽ ഹെൽത്തിന്റെ ഡീറ്റെയിൽസുകളെല്ലാം കൂടെ കളക്ട് ചെയ്യുന്നതിനകത്ത് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. അങ്ങനെ ഇതായിട്ടുള്ളതൊന്നും ഇല്ല സാർ. ജസ്റ്റ് ഇത് മോണിറ്ററിംഗ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നില്ല. സാറിന് അങ്ങനെ ഒരു സംശയം ഉണ്ടോ സാറിന്? പക്ഷെ കളക്ട് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് എനിക്ക് കൺസേൺ ഉണ്ട്. മനസ്സിലല്ലേ? ഇങ്ങനൊരു ഓരോ പേഷ്യന്റിനെ വിളിച്ചിട്ട് അവരുടെ മരുന്നുകള്, അവരുടെ ഫോളോ അപ്പ്, അവരുടെ ഡേറ്റുകള് ഇതെല്ലാം കളക്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തോ ഒരു നല്ല ഉദ്ദേശമാണോ എന്നൊരു ചെറിയ സംശയം. അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ സാർ. എന്റെ അറിവില് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതായിട്ടാണ് സാർ എന്റെ അറിവിലുള്ളത്. അല്ല, എനിക്ക് എന്റെ വൈഫിന്റെ ഒരു കേസില് റിജക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ അതും ഒരു ബൈക്ക് കൊണ്ടുവന്ന് ദേഹത്ത് ഇടിച്ചതിനാണ്, മറിഞ്ഞു വീണതിനാണ് അവര് ആ കേസിന് ചെന്നിട്ടും ഹോസ്പിറ്റലില് ഡോക്ടർ അതിൻ്റെ അകത്ത് ഒരു 24 hour ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഒരു മോണിറ്ററിംഗ് ഈസ് റിക്വയർഡ്, ഇറ്റ്സ് എ കമ്പൽസറി എന്ന് നോട്ട് ചെയ്തതുകൊണ്ട് അത് ജസ്റ്റ് മോണിറ്ററിങ്ങിന് വേണ്ടിയാണല്ലോ അഡ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇൻഷുറൻസ് തരാൻ പറ്റില്ല എന്നാണ് അവിടുന്ന് റിപ്ലൈ വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ അനന്തര നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അന്നത് സാങ്ഷൻ ആയി തന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കുന്ന കേസുകളിൽ ഒഴിവാക്കിയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ പേഷ്യന്റ് മരുന്ന് എന്തൊക്കെ കഴിക്കുന്നു, അല്ലെങ്കിൽ അവര് ചികിത്സയുടെ ഫോളോ അപ്പ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളല്ലല്ലോ. ശരിക്കും കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രോപ്പറായിട്ട് എല്ലാ വ്യക്തികൾക്കും പ്രൊവൈഡ് ചെയ്യുക, അതിനകത്താണ് ഇൻഷുറൻസ് കമ്പനികൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എന്റെ ഒരു ചിന്ത. അതുകൊണ്ട് പറഞ്ഞു. കുഴപ്പമില്ല സാർ. ശരി.